രണ്ടാമത് വന്നു, മൂന്നാമതും നല്ല മുദ്രാവാക്യം. പിണറായി 3. ആളുകൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇനി വരാൻ പോകണമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 77. അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുമ്പ് 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. ഭയങ്കര മുദ്രാവാക്യം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ 140-ൽ 111 സീറ്റ് അന്നത്തെ ഐക്യജനാധിപത്യ റെക്കോർഡാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര. EMS ആലത്തൂരിൽ കഷ്ടിച്ച് ജയിച്ചു. ആരായിട്ടാണ്? VS വിജയരാഘവൻ, ചെറുപ്പക്കാരനാണെന്ന് നമ്മുടെ VS. അപ്പൊ EMSനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടിക്കല്ലൊരു വലിയ മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജയിച്ചല്ല, മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ല EMS, ചെറിയ ഭൂരിപക്ഷത്തിന്. അന്നത്തെ കാലത്ത് ആലത്തൂര് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. മാല ഇടാൻ വന്നപ്പോ EMS പറഞ്ഞു, ഇത് എന്നെയല്ല നിങ്ങൾ ഇടിയിക്കേണ്ടത്, ആ വിജയരാഘവന് കൊണ്ട് ഇടാൻ പറഞ്ഞു. സത്യത്തിൽ അവനാണ് ജയിച്ചെന്ന് നോക്കി. അതായത് EMS. ആ ഗതികേട് ധർമ്മടത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു. 26-നെ കുറിച്ചാണ്. ഇനി നിങ്ങൾ പിണറായി 3 എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം 57-ൽ EMS, 67-ൽ EMS, 77-ൽ EMS. ഇതിന് മറുപടി പറഞ്ഞാൽ മതി. അന്ന് നടന്നത് ഇപ്പൊ 2026 ആവർത്തിക്കാൻ പോവാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആട്ടിയോടിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷനാണ്. കാരണം ഈ പദ്ധതി നടക്കുന്നുമില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചതുകൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെൻറ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം മഞ്ഞക്കുറ്റികളെല്ലാം. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ നോക്കാം, നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണാതെ പോണ ആളല്ലല്ലോ. ഇന്നലെ ഇന്നും മിനിങ്ങാന്നുമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടില്ല? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളെ കാണുന്ന ഒരു രസമല്ലേ? നിങ്ങൾ എന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. പ്ലീസ് ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷേ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനാ മറുപടി പറയണം? നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൂടി മാറണം എന്നുള്ള അഭിപ്രായക്കാരൻ. അല്ലാതെ എല്ലാ ദിവസവും ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല എന്നെ കുറിച്ച് നല്ല എനിക്ക് ഭയങ്കര രസമുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല വാർത്തകളാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യബോധമില്ലേ?
നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, യാഥാർത്ഥ്യബോധമുണ്ട്. വിമർശനങ്ങൾ വരും, അപ്രിയങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലേ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചിലപ്പോൾ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗംഭീരാക്കാം. അത് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്, മാധ്യമങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് മാത്രമല്ല, മാധ്യമങ്ങളോട് മൊത്തമായിട്ട് ഞാൻ അത് പറയാം. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യാം. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശിച്ചാൽ എന്താ, അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ആ അഭിപ്രായമാണ്. ഞാൻ നെഹ്റുവിയനാണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ലേ? നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് ഞാൻ. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ആരേചാര്യം നിങ്ങൾ നിന്നിരുന്നത്? നിങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തിരുന്നത്? ഇപ്പോഴും അവരെ കൊണ്ടു നടക്കുകയാണ്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല, ഇപ്പോഴും അവരെ കൊണ്ടു നടക്കുകയാണ്. അവരെ ചാരിയുന്നുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെയും ഒരു മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയ നേതാക്കളെയും നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. അവരെ ചാരിയുന്നുകൊണ്ട്. എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോവാ. എന്നിട്ട് പുതിയ കാര്യം പറയുക. അയ്യോ, സ്വപ്ന സുരേഷ് അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ? ആകാശ് തിലങ്കേരി വിശ്വസിക്കാൻ കൊള്ളുമോ? അപ്പൊ ആരാ പറയുന്നത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? സോളാർ കേസിലെ പ്രതി പറയുക, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആ സോളാർ കേസിലെ 33 കേസ്, 33 കേസിലെ പ്രതിയെ ചാരി നിന്നവരാണ് നിങ്ങൾ. അവരെ ചാരി നിർത്തി ഈ സംസ്ഥാനം സ്നേഹിച്ച ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ നിന്നതാണ്. എന്ത് CBI അന്വേഷണം എന്നാണ് ചോദിക്കുന്നത്? 4 പ്രാവശ്യം നിങ്ങൾ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരായി ഒന്നും തെളിയാഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ആളെ വിളിച്ചിട്ട് ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് അവരെ ഹറാസ് ചെയ്യാൻ നിങ്ങൾ നോക്കി. ഇപ്പോൾ കാലം വന്ന്, ഞാൻ ഇന്നാളെ സൂചിപ്പിച്ചു, കാലം വന്ന് നിങ്ങളോട് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുക, ഇത് അവസാനിക്കില്ല, ഇത് തുടരും. എല്ലാ ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. വടശ്ശേരി ദാമോദർ ഒരു മരം നട്ടുപിടിച്ചാൽ ക്ഷീണിതനായി വരുന്ന ഒരാൾക്ക് അത് തണല് നൽകും. അതിൽ കൂടിയിരിക്കുന്ന പക്ഷികൾക്ക് അത് കായികനികൾ ഒരുക്കും. അതിന് കൂടൊരുക്കാനുള്ള സ്ഥലം കൂടിയാണ് ഒരു വൃക്ഷം. ജീവജാലങ്ങളെയെല്ലാം ചേർത്തു പിടിക്കുന്ന, മനുഷ്യന് തണലൊരുക്കുന്നത് ആണ് വൃക്ഷം എന്ന് പ്രകൃതിയെക്കുറിച്ച് ഇതിനേക്കാൾ നല്ല വാചകത്തിൽ എങ്ങനെ പറയും?
ഏറ്റവും മികവാർന്ന പുരുഷൻ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവനാണ് ഏറ്റവും മികവുള്ള പുരുഷൻ. അതാണ് പുരുഷൻ. ഒരു പുരുഷന്റെ മികവ് നിശ്ചയിക്കുന്നത് അവൻ സ്വന്തം ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായിട്ട് കണക്കാക്കിയിട്ടുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏറ്റവും വലിയ സുവർണകാലം പ്രവാചകന് ശേഷമുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഖലീഫ ഉമറിന്റെ കാലമാണ്. ഖലീഫ ഉമറിന്റെ സദസ്സിൽ ഒരിക്കൽ ഈ മഹർ തുക കുറയ്ക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ആ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു. വനിത എഴുന്നേറ്റ് നിന്ന് അതിനെ ഒരു സ്ത്രീ ചോദ്യം ചെയ്തു. മഹർ കുറയ്ക്കാൻ ഭരണാധികാരത്തിക്ക് അധികാരമില്ല, അത് പ്രവാചകൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് മഹർ, അത് കുറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പലരും ആ സ്ത്രീയെ വിമർശിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഖലീഫ ഉമറാണ്. ഖലീഫ ഉമർ നീതിമാനായ ഭരണാധികാരിയായിരുന്നു, അല്ലേ? നീതിമാനായ ഭരണാധികാരി, ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നീതിമാനായ ഭരണാധികാരികളുടെ മുൻപിലുണ്ടായിരുന്ന ആളാണ് ഖലീഫ ഉമർ. പറഞ്ഞു, അവര് പറഞ്ഞതാണ് ശരി, നിങ്ങൾ പറയുന്നതല്ല. നമുക്ക് ഭരണകൂടത്തിന് മഹർ കുറയ്ക്കാനുള്ള അവകാശമില്ല എന്ന് തീർപ്പുണ്ടാക്കി. അപ്പോൾ ഖലീഫ ഉമറിന്റെ രാജസദസ്സിൽ പോലും സ്ത്രീകൾക്ക് പറയാനുള്ള അവകാശമുണ്ടായിരുന്നു. അദ്ദേഹം ഭരണാധികാരികളോട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, എന്താ ഭരണാധികാരികളോട് പറഞ്ഞത്? നിങ്ങൾ കൂടിയാലോചനകൾക്ക്, ചർച്ചകൾക്ക് ശേഷം വേണം തീരുമാനമെടുക്കാൻ. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത്. ഇന്ന് ഏകാധിപതികളായ ഭരണാധികാരികൾ ലോകത്തെമ്പാടും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഭരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഭരണാധികാരികൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്, കൂടിയാലോചനകൾക്ക് ശേഷം, നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കണം, മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടി കേൾക്കണം. നമ്മൾ ഏകപക്ഷീയമായി നമ്മുടെ തീരുമാനങ്ങൾ ഒരു ഭരണാധികാരിയും മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കരുത്. അതിനേക്കാൾ വലിയ ജനാധിപത്യ ബോധം എന്താണ്? ഏറ്റവും വലിയ ജനാധിപത്യ ബോധം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വായനാശീലത്തിൽ കോറിഡോറിന് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ ഇതിന് നമ്മളിതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായി അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ, കാരണം 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലെ എംബാങ്ക്മെന്റ് ആയിരുന്നു. കേരളത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പാണ് കേരളം, അല്ലേ? അവിടെ നിന്ന് നദികൾ ഒഴുകി താഴേക്ക് വന്ന് കടലിൽ പതിക്കുന്ന സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ 30 അടി ഉയരത്തിൽ 300 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെന്റ് പണിയുക എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നില്ല. എൻവയൺമെന്റ് ഡിസാസ്റ്റർ ഉണ്ടാവുമായിരുന്നു, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവുമായിരുന്നു, ഇല്ലേ? പിന്നെ 200 കിലോമീറ്റർ ദൂരം 10 അടി ഉയരത്തിൽ മതിലായിരുന്നു. ഇപ്പൊ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ മാത്രമല്ല, ബോട്ട് കൂടി ഓടിക്കായിരുന്നു. ഒരു സ്പീഡ് കോറിഡോറിന് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ ഇതിന് നമ്മളിതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായി അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ, കാരണം 300 കിലോ PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ നമുക്ക് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCയോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാം, വിശദാംശങ്ങൾ പിന്നീട് പറയാം. അതിൻ്റെ അകത്ത് സാധാരണ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഈ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു അപ്പോയിൻമെൻറ്റും നടന്നില്ല, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നടന്നിട്ടില്ല. അപ്പോൾ പല പട്ടികകൾക്കും അത് പ്രയാസമായി, വലിയ ബുദ്ധിമുട്ടായി. കുട്ടികളൊക്കെ ഭയങ്കര സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അവരുടെ ചെറുപ്പക്കാരുടെ ഉദ്യോഗാർത്ഥികളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ
ഒരു തീരുമാനമാണ്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ ട്രെയിൻ യാത്രയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ പ്രചാരം നേടിയിരുന്നു. ആ ട്രെയിൻ യാത്രയിൽ സഹയാത്രികയായി യാത്ര ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ചീഫ് മാനേജർ ശ്രീരസ്തു ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരു ഒഫീഷ്യൽ ആവശ്യമായിട്ട് ഞാൻ തൃശ്ശൂരേക്ക് പോകുമായിരുന്നു. രാവിലെ കറണ്ട് ബുക്കിങ്ങിൽ ഒരു സീറ്റ് കിട്ടി. കോച്ചിൽ കയറി എതിർവശത്ത് നോക്കിയപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പുള്ളിയുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ചെറിയൊരു പുഞ്ചിരി പെട്ടെന്നാണ്, ഒരു നിമിഷം കൊണ്ടാണ് റിയലൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നു. ആ യാത്രയിൽ അദ്ദേഹം ഒരുപാട് സാധാരണ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ വീട്ടുകാര്യങ്ങളും വീട്ടിലാരൊക്കെ ഉണ്ടെന്നും എന്ത് ജോലി ചെയ്യുന്നെന്നും എവിടെയാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മകളെ പറ്റിയും ഭാര്യയെ പറ്റിയൊക്കെ നമ്മളോട് പറഞ്ഞു. ഉച്ചയായപ്പോഴത്തേന് സാറ് ഭക്ഷണം കഴിക്കാനായിട്ട് സാറിൻ്റെ പൊതി എടുത്തപ്പോഴത്തേന് എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടില്ല, തൃശ്ശൂർ ചെന്നിട്ട് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാറ് വളരെ കൃത്യമായിട്ട് ഒരു പൊതി ചോറ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് അദ്ദേഹം കൂടുതൽ ചോറ് പൊതി കരുതിയിട്ടുണ്ട്. കാരണം സാറിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന 1, 2, 3 പേര് കൂടുതൽ കാണും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പൊതിച്ചോറ് എടുക്കാറുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു പൊതിച്ചോറ് എനിക്ക് തരികയും എന്നോട് ആകെ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, മീൻ കഴിക്കുമെന്ന് ചോദിച്ചു. മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞൊരു സന്ദർഭമായിരുന്നു അത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സന്ദർഭമായിരുന്നു. മാത്രമല്ല ആ ഒരു പൊതിച്ചോറ് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. കാരണം അതിനകത്തിലുണ്ടായിരുന്ന ഒരു കൂമ്പുതോരൻ, ഒരു അവിയൽ, ഒരു ചെറിയൊരു കാരലിൻ്റെ 2 കഷ്ണം, ചമ്മന്തി. ഇത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ, ഒരു സാധാരണ വീട്ടിൽ നിന്നും എടുക്കുന്ന ഒരു ചോറ്. സാറ് പറയുകയും ചെയ്തു സാറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ചോറാണെന്നും. ആ ഒരു ഭാഗ്യം എന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ എടുക്കാൻ സാധിച്ചു, അത് കാണിച്ചു. അപ്പം വീട്ടിലെല്ലാവർക്കും സന്തോഷമായിരുന്നു. ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ഇവിടെ അടുത്തൊരു കടയിൽ ചെന്നപ്പം പറഞ്ഞു, ചേച്ചി അങ്ങ് വൈറലായല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു റീലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിലെല്ലാവരും അത് കണ്ടു. റീല് കണ്ട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഈ ഒരു ഫോട്ടോ എടുത്തേക്കുന്നതെന്ന്. അടുത്ത മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞു. ഇന്ന് ആ വാക്ക് ഞാൻ ഓർക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അതൊരു കുഞ്ഞു കാര്യമല്ല. അത് ജീവിതത്തിൽ ഏറ്റവും ഈ പറഞ്ഞതും ഭാഗ്യമുള്ള ഒരു നിമിഷമായിരുന്നു. എന്തായാലും പൊതിച്ചോറ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനയിലെ വിനോദിനി എന്ന 9 വയസ്സുകാരിക്ക് നൽകിയ ആ കൈസഹായം ഒരിക്കലും മറക്കാൻ പറ്റില്ല കേരളീയ സമൂഹം.